മുടി കെട്ടിയിട്ടൊക്കെ ഇരിക്കണുണ്ട. ഇനി മുടിയാട്ടി നടപ്പായിരിക്കും കുറെ നാളത്തേക്ക്. പിറ്റേ ദിവസം രാവിലെ 5 മണിയായി. അപ്പൊ ഞാൻ എന്തായാലും വൈറ്റിലോട്ട് പോവാൻ. ഇപ്പൊ പിടിച്ചാട്ട റെഡിമേഡ് പിടിച്ചതാ കറി ഉണ്ടാക്കാൻ. ചിക്കൻ കറി അങ്ങനെ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനേ ഇന്ന് ഞായറാഴ്ചയാണ്, മോർണിംഗ് ഒരു 8 മണിയായി. അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് വൈപ്പിലോട്ട് പോവാം. ഞാൻ ഒറ്റയ്ക്കാ പോണേ, വൈഫും അതുകൂട്ടിനും ഇല്ല. അതുകൊണ്ട് ചെറിയൊരു പനി. അപ്പൊ ഞങ്ങൾ 3 ദിവസത്തേക്ക് ഡോക്ടർ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് 3ാമത്തെ ദിവസമാണ്. പനിയൊക്കെ മാറി, എന്നാലും ഞാൻ റെസ്റ്റ് എടുപ്പിച്ചേക്കുക. അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും പോയിട്ട് വൈപ്പിൽ പോയിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിക്കേണ്ട ദിവസമാണ്. അപ്പൊ അതൊക്കെ പോയി ചെയ്യട്ടേട്ടാ. അപ്പൊ ഇന്നത്തെ അങ്ങനെ വീഡിയോ നമുക്ക് കാണാൻ എങ്ങനെയാണെന്ന്. പ്ലെയിൻ റോഡ്, സൺഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നത്. ഈ ആഹാരമില്ല. ഞാനിപ്പോ ഹൈക്കോടതിന്റെ അവിടെ എത്താറായിട്ടാ. അപ്പൊ എന്തായാലും ഞാൻ എണ്ണയിച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാവരും ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. മറ്റേ കർമ്മം ചെയ്യാനുള്ള ആൾ വന്നിട്ടില്ല. അപ്പൊ അയാളും കൂടെ വന്നിട്ട് ബാക്കിയുള്ള പരിപാടി. ഞാനിവിടെ റെസ്റ്റ് എടുക്കാം. അധികം ഉറങ്ങിയില്ല. ഇന്നലെ മറ്റേ OTT ബ്രഹ്മയുഗം വന്നവിടെ ബ്രഹ്മയുഗം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ യൂട്യൂബ് യൂണിറ്റി കഞ്ഞൂടി. എല്ലാവരും കഞ്ഞൂടി. ഇതാണ് ഭക്ഷണിക്കഞ്ഞി ഗൈസ്. ഇത് മാത്രം കഴിക്കാൻ പാടുള്ളതാ. എല്ലാം ക്ലീൻ ആയിപ്പോ കണ്ടോ. ചന്ദനൊക്കെ തൊട്ട് ഒരു എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാ. അമ്മൂമ്മേനെ നല്ല രീതിയിൽ അമ്മയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നാളത്തെ മറ്റേ പരിപാടി രാഭായൻ പരിപാടിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ഇവിടുത്തെ വീട്ടിലോട്ട് വന്നേക്കാം. നമ്മുടെ വടക്കോട്ടക്കൽ വീട്ടിലോട്ട് വന്നേക്കുക. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ AC വെക്കുന്നുണ്ട്. അപ്പോൾ നേരെ വൈപ്പിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ എന്തായാലും AC വെക്കണമെന്ന് പറഞ്ഞിട്ട് വൈഫ് എന്തായാലും ഇവിടെ ഉണ്ട്. വാവ അവിടെയാണ്, തൃപ്പൂണിത്തുറ വീട്ടിലാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞ് IFBയുടെ ഫ്രിഡ്ജിൽ നിന്ന് AC വാങ്ങിച്ചത്. AC ഫ്രിഡ്ജിൽ തണുപ്പ് ഒരുമിച്ചായത് വേണ്ടേ. അത് വെച്ചേട്ടാ, നല്ല തണുപ്പുണ്ട് റൂമിൽ. ഒരു അരമണിക്കൂർ ഓൺ ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഉടക്കിൽ സ്റ്റാൻഡ് വെച്ചെന്ന്. AC വാങ്ങണമല്ല പ്രശ്നം, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തന്നെ ആൾക്കാർക്ക് 2000 രൂപ കൊടുക്കണം. സ്റ്റാൻഡ് ആണെങ്കിൽ 900 രൂപയും പിന്നെ അവരുടെ കാശ് 1000 സംതിങ് രൂപയും 2100 രൂപ കൊടുത്തു ഇൻസ്റ്റാൾ ചെയ്യണതിന്. സാരല്ല, പോട്ടെ. അപ്പം നല്ല കൂളുണ്ട് കേട്ടോ. നല്ല 14 ഇട്ടേക്കണേ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏകദേശം നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇപ്പം 5 മണിയായി. 5 മണിക്ക് വൈഫിനെ കൊണ്ടൊന്ന് പുറത്തോട്ട് പോകണം. അത് കൊണ്ടുപോകണില്ല. ഇവൾക്ക് എന്തോ മുടി വെട്ടാൻ അങ്ങനെ എന്തോ സംഭവത്തിനാണ്. അപ്പം ഞങ്ങൾ വേഗം പോയിട്ട് വരാം. അതുകൂടെ കണ്ടില്ലല്ല, അതുകൂടെ എന്ത് പനി പിടിച്ച്, പനി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കുന്നുണ്ടോ, പനി അധികം ഇല്ല. ഇപ്പൊ പനിയൊക്കെ മാറി, എന്നാലും റെസ്റ്റാണ്. മാമേ ഇവിടെ ഭയങ്കര കളിയാ. ഈ വണ്ടിയും വെച്ചിട്ട് ഇങ്ങനെ തള്ളതാണ്. ഈ വണ്ടിയല്ല, സൈക്കിളായാലും സൈക്കിള്, അവിടെ ഒരു സ്കൂട്ടർ, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ തള്ളി നടപ്പാണ് പരിപാടി. അത് കുട്ടോയ്, അത് കുട്ടോയ് വീഴുന്നീ. മുടി കെട്ടിയിട്ടൊക്കെ ഇരിക്കണുണ്ട. ഇനി മുടിയാട്ടി നടപ്പായിരിക്കും കുറെ നാളത്തേക്ക്. ഒരു സാഡ് ന്യൂസ് ഗൈസ്. എൻ്റെ ചെരുപ്പ് ആരോ തട്ടിക്കൊണ്ടുപോയി. കട്ടുകൊണ്ടുപോയി. അതെ, ഞാൻ ഇവളെ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് മുടി വെട്ടാൻ പോയ ടൈമിൽ ഞങ്ങൾ അവിടെ ഇരിക്കുവായിരുന്നല്ല. പുറത്തോട്ട് വന്ന് നോക്കിയപ്പോഴേക്കും ആ ചെരുപ്പ് കാണാണ്ടുപോയി. 10,800 രൂപയുടെ ചെരുപ്പായിരുന്നു. ഇനി വേറെ ചെരുപ്പ് അങ്ങോട്ട് എടുക്കണ്ട. ഞാനിപ്പോൾ ചെരുപ്പിടാണ്ട വണ്ടി ഓടിച്ചു തന്നെ. പറയാൻ വന്ന കാര്യം മറന്നുപോയി, ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞ്. ഞങ്ങളിപ്പോൾ തിരിച്ച് ഇവിടെ എരൂരിലെ വീട്ടിലോട്ട് വടക്കോട്ടക്കര വീട്ടിലോട്ട് വന്നേക്കുവാണ്. അവിടെ ഞങ്ങൾ തുണിയൊക്കെ കളിക്കിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെക്കാനായിട്ട് വൈഫ് പോയി. ഞാൻ ചെരുപ്പില്ലാത്ത കാരണം അവിടെ പുറത്തോട്ട് ഇറങ്ങണില്ല. അവൾ ഇനി ഞാൻ വീട്ടിലിറങ്ങൊരു ചെരുപ്പുണ്ട്, അതെടുത്തോണ്ട് തന്നെ പോണ വഴിക്ക് ഇനി ഒരു പുതിയൊരു ചെരുപ്പ് വാങ്ങണം. ആരാടാ ബ്യൂട്ടി പാർലർ എന്നൊക്കെ ചെരുപ്പ് എടുത്തോണ്ട് പോണേ പോവോ. പണ്ടൊക്കെ അമ്പലപ്പറമ്പിൽ നിന്ന് കൊണ്ടുപോയൊരു ഓർമ്മയുണ്ട്. ഇതിപ്പോ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇതാട്ടെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോണ വഴി. ഇത് ഫ്രണ്ടിലുള്ള ഒരു വീട്. ഇത് കൊടുക്കാനായിട്ടൊക്കെ വേണം. ഒടുക്കത്തെ വില പറയണതാണ് കൊണ്ട് ഞങ്ങൾക്ക് വഴി വാങ്ങാനാണെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് വീട്ടിലോട്ടേ വഴിയില്ല. അപ്പോൾ കുറച്ച് വഴി വേണം. പക്ഷേ വഴിക്ക് 3 ലിങ്ക്സിന് വഴിക്ക് ഇവർ പറയണ 15 ലക്ഷം രൂപയാണ്. അത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ
വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കാശ് കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും എടുക്കും, അതല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങും. ഈ വീട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്, എന്താ പറയുക, നമ്മുടെ തറവാട് വീട് പോലെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വൈഫ് പോയി വന്ന്. അതിൽ വഴിയുണ്ട് കേട്ടോ, പക്ഷേ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഇത് കണ്ട, ഇവിടെ ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ വീട്, അവിടെയാണ് ഞങ്ങൾ കാറൊക്കെ ഇടാറില്ല. ഇപ്പോൾ ഇത് ഇവിടെ ഈ ഫ്രണ്ടിൽ ഇട്ടേക്കാണ്, അവിടെ ഭിത്തി ഇല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങോട്ട് ചേർന്നിട്ട് ഇവിടെയും ഞങ്ങൾ ഇടാറുണ്ട് ഇടക്ക്. ഹായ് ഫ്രണ്ട്സ്, രാവിലെ 5 മണി ആയിട്ടാ. പിറ്റേ ദിവസം രാവിലെ 5 മണിയായി. അപ്പോൾ ഞാനെന്തായാലും വൈഫിലോട്ട് പോവാം. ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്, ഇന്ന് അസ്ഥി കൊണ്ട് ഒഴുക്കാനൊക്കെയുള്ള പരിപാടി അമ്മൂമ്മയുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഞാൻ പോവാം. 5 മണിയായി. ഞാൻ മാത്രമേ പോകണുള്ളൂ, ഇത്ര വെളുപ്പാങ്ങായതുകൊണ്ടേ. വൈഫൊന്നും വരുന്നില്ല ഇപ്പം. അധികം താമസിക്കാതെ അവരും വരും, ഒരു എണ്ണീറ്റായി കഴിഞ്ഞിട്ട്. രാവിലെ ഒറ്റക്ക് വണ്ടി ഓടിക്കാൻ എനിക്ക് മടിയാണ്. അവളെ കൂടെ ഉള്ളപ്പോൾ എപ്പോഴും ചിരിച്ചും കളിച്ചും ബഹളം വെച്ച് വണ്ടി ഓടിച്ചു പോകും. ഒറ്റക്കാകുമ്പോഴേക്കും ബോറടിക്കും. ഇവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, കല്യാണമെന്നല്ലോ ആണാവോ ആവും. ഇപ്പം നമ്മുടെ ഗാന്ധി സ്റ്റോറിൻ്റെ അവിടെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഇതാവും. ഈ വഴി വണ്ടി ഓടിക്കുമ്പോഴേക്കും എനിക്ക് ആക്ച്വലി ബാംഗ്ലൂരിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ഫീലിംഗ്. ഇതേപോലത്തെ കുറേ ഏരിയകൾ നമ്മുടെ ഈ എന്താ പറയുക, ബാംഗ്ലൂരിൽ അങ്ങോട്ട് വൈഫിലായി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴേക്കും ബ്രിഗേഡ് റോഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബ്രിഗേഡ് റോഡൊക്കെ പോകുമ്പോഴേക്കും ഇതേപോലെ, പക്ഷേ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ പോഷ് ഏരിയയാണ് ബ്രിഗേഡ് റോഡ്. ബ്രിഗേഡ് റോഡ് ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു ഫോറിൻ കൺട്രി പോലെയൊക്കെ ഇരിക്കും. അതിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം ആ ഒരു ഫീലിംഗ് ഇവിടെ കിട്ടണം ഈ വഴി കൂടെ വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ ഇത് ഹൈക്കോർട്ടിൻ്റെ ആ വഴി പോകില്ല, ഹൈക്കോർട്ടിലല്ല, മഹാരാജൻ്റെ സ്കൂളിലെ കോളേജിൻ്റെ ആ വഴി പോകില്ല, ആ വഴി നല്ല രസമുണ്ടല്ലേ. വെളുപ്പാങ്കാലമായതുകൊണ്ട് വണ്ടികളൊന്നുമില്ല, സുഖമുണ്ട്. 10 മിനിറ്റ് ഉണ്ട്, അത് തന്നെ 10 മിനിറ്റ് കൊണ്ട് തൃപ്പൂണിത്തുറ നിന്ന് ഇവിടം വരെ എത്തിയിട്ടാ. എത്ര പെട്ടെന്ന് എത്തിയത്. തിരക്കുമില്ല. ഇന്നലെ ഞായറാഴ്ച, ഇന്നലെയും തിരക്ക് അത് വളരെ കുറവായിരുന്നു, പക്ഷെ ഇന്ന് ഒട്ടുമില്ല വണ്ടികൾ. 2-3 വണ്ടികളുള്ളൂ പിടിപിടിയെത്തി. ഇതിൻ്റെ മോർണിംഗ് ആയതുകൊണ്ട് തിങ്കളാഴ്ചയാണ്, ഇന്ന് മോർണിംഗ് ആണ്. നിറച്ച് ലൈറ്റൊക്കെ ഇടുന്ന രസമുണ്ടല്ലേ. ഇത് നമ്മുടെ കടലും കായലായി കാണാൻ എപ്പോഴും രസം കേട്ടോ. പുറത്ത് കടലാണേ, നമ്മുടെ ഇത് ഗോശ്രീ പാലമാണ്. ആരുടെയും കയ്യിൽ ടാറ്റ ടിയാഗോ ഓടിക്കുന്ന ഓണേഴ്സിലുണ്ടോ? ഞാനിപ്പോൾ ഈ കാർ വാങ്ങിച്ചിട്ട് ഏകദേശം 2 വർഷമായി. പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തൊരു വീഡിയോ ഞാൻ 2 വർഷം മേളിലായിട്ടോ, 2 വർഷത്തെ ഓണർഷിപ്പ് എടുക്കാം കേട്ടോ. എങ്ങനെയാണ് എൻ്റെ റിവ്യൂ എന്നുള്ളത് അത് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. എന്നാലും ഞാൻ ചെറിയൊരു കാര്യം പറയാം, മൈലേജ് മാത്രമാണ് എനിക്ക് ചെറിയ തോതിൽ എനിക്ക് പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനെയാണ്. 2 വർഷമായി ഇപ്പോൾ ഈ കാർ എടുത്തിട്ട്. അപ്പോൾ അവ വലുതാവും തോറും ഒന്ന് വലിയ മോഡൽ എടുക്കണം. ഞാൻ എടുത്തേനെ, പക്ഷേ ഇപ്പോൾ ഇനി വെറുതെ ഒരു EMI ഇപ്പോൾ എടുക്കാനായിട്ട് വയ്യാത്ത കാരണം കൊണ്ടാണ്. എനിക്ക് ഇനി ഇന്ത്യൻ മോഡലിനോടായിട്ട് എനിക്ക് താല്പര്യം കൂടുതലും. ടാറ്റയോ മഹേന്ദ്രയോ അതിനോടൊക്കെ കൂടുതൽ താല്പര്യം. അപ്പോൾ ഏകദേശം 8 മണിയായിട്ട് ഞങ്ങൾ കടപ്പുറത്തോട്ട് അസ്ഥി ഒഴുക്കാൻ പോവുക എല്ലാം കൂടെ ആയിട്ട്. ഇപ്പോഴാണ് കഴിഞ്ഞേ. ഇനി ഇതുമേലെ മുങ്ങണം. കടപ്പുറമൊക്കെ അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ വന്ന് ചെയ്യാവുന്നുള്ളൂ. അമ്മേ, മാമനെ പിടിച്ചമ്മേ. മാമ ആലുവല്ലോ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവൂലേ. വയസ്സായ ആൾക്കാരായതുകൊണ്ടേ കണ്ട, അവൻ കറക്റ്റ് ടൈമിങ്ങിൽ അങ്ങനെയാണ് വേണ്ടത്.
ഞങ്ങളെല്ലാവരും കുളിച്ച് കയറിയിട്ട് നമുക്ക് ഭയങ്കര ഉപ്പായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും തിരയടിച്ച് തലകുത്തി പറഞ്ഞു പോയി. ജമ്മണ്ണൻകാട്ടെ പപ്പടം, തോരൻ, കാബേജ് തോരൻ, കടലക്കറി, പുലത്ത്, കൂട്ടുകറി, ഓക്കെ, മസാല മധുരക്കറി, പച്ചടി, നാരങ്ങച്ചാറ്, ഇഞ്ചി അച്ചാറ്. എല്ലാം കറക്റ്റായിട്ടുണ്ട്. അവിടെ പായസം, ഇവിടെയൊക്കെ പായസമൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ മുല്ല വന്ന് അതോട്ടെ എല്ലാരും ഫുഡ് ഇരിക്കുക. എവിടെടി പരിപ്പ് കൂട്ടി ഒരു ചോറ് വയ്ക്കും. പരിപ്പ് പപ്പടം പിടിഞ്ഞെടുക്കാൻ വരത്തില്ല, പക്ഷെ നല്ല രസമുണ്ട്. കഴിച്ചോ പിടിച്ചു കഴിച്ചോ. ഷെയറിങ് മെന്റാലിറ്റി ഉള്ള ആരോണ്ട് എന്ന് കൊടുത്താലും ഞങ്ങൾ ഷെയർ ചെയ്യും. ആദ്യക്കൂട്ടം നോക്കിയേ, ഞങ്ങൾ ചൂട് കാറ്റത്ത് ചേർത്ത് കുളിച്ചിരിക്കുകയാണ്. ആദ്യക്കൂട്ടം ഭയങ്കര കളിയാണ്, പക്ഷെ ഇത് ഇറിറ്റേഷൻ. ഇപ്പം ആദ്യം ഉറക്കം ഉറക്കിയുള്ളൂ അല്ലേ. പുറത്ത് ഫങ്ഷണൽ ഫ്രണ്ട്സ്. അപ്പോൾ എന്താ പറയുക, എല്ലാ പരിപാടിയും ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി, ആൾക്കാരൊക്കെ പോയി. ഞാനിപ്പോൾ കാറിൻ്റെ ഉള്ളിലാട്ടോ, കുറച്ച് AC കൊണ്ടുപോകാൻ വേണ്ടി വന്നിരുന്ന. ഭയങ്കര ചൂട്, വാവേനെ കിടത്തി ഉറക്കിയേ. വാവയുടെ റൂമിലും നല്ല ചൂടാണ്, പക്ഷേ അവിടെ എന്താ പറയുക, അതിൽ നിന്ന് ആൾക്കാരില്ലാത്ത കാരണം കൊണ്ട് കുഴപ്പമില്ല. അവൻ കിടന്നു 2-3 പ്രാവശ്യം എൻ്റെ ചൂടുകൊണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് നേരം കിടന്നു, എൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങിയത്. ഞാൻ എണീറ്റപ്പോഴേക്കും കുറച്ച് ചൂടുള്ള വേണ്ടി അവനെ എണ്ണിപ്പിച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ഉറങ്ങാണ്ട് എണ്ണിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഞാൻ കാറിൻ്റെ ഉള്ളിൽ AC കൊണ്ടിരിക്കുക. അപ്പോൾ അതേ പുറത്ത് ആൾക്കാർ കണ്ട പുറത്ത് ഇല്ല, അതേ അതുകൂട്ട വന്ന് എണ്ണിട്ട് എണ്ണിട്ട് കഴിയുമ്പോഴേക്ക് വന്ന്. അതെ ഇവിടെ ഓരോ സൈഡിലിരിക്കുക, ചൂട് കൊണ്ടിട്ട് വയ്ക്കാൻ വേണ്ടി. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ആയിട്ടാ ഇന്ന് പല വീടുമല്ലേ. അപ്പോൾ അതൊക്കെ ഇരിക്കുന്നു. ചിക്കൻ കറി കുട്ടനെ അത് കൊണ്ട് മാത്രം സഹായിക്കണം കൊണ്ട് കറി ഉണ്ടാക്കാൻ. ഞങ്ങൾ മീൻ വാങ്ങാൻ വന്നേക്കോടുന്നു. കണ്ടു എന്താട്ടോ വൈപ്പിൻ ഫെറി. ഫെറി വാ, നമുക്ക് മീൻ വാങ്ങാൻ പോവാം. രാജ്യത്തെ പെല വീട്ടാനായിട്ടുള്ള മീൻകറി വാങ്ങാനായിട്ട് വന്നേക്കാണ് ഗൈസ്. കണ്ടോ നമ്മുടെ കൊച്ചിക്കാരുടെ ഭംഗി കണ്ടോ? കൊച്ചിക്കാരല്ല, കൊച്ചിയുടെ ഭംഗി കണ്ടോ? വീടിൻ്റെ അടുത്ത് തന്നെ. ഞങ്ങളും കൂടെ വെറുതെ വന്ന വാവ അവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 വാവയുണ്ട്. അതുക്കുട്ടനും ഇവിടെ ഉണ്ട്. അതുക്കുട്ടനും മമ്മയും കൂടെ പുറകിൽ നടക്കുക നോക്കിയിട്ട്. വാ, ഇതിലിങ്ങനെ നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ അല്ലേ താക്കോല് മനു കാറിൻ്റെ? ഓഫ് കോഴ്സ് പക്ഷേ ഇതാണ് ചീനവല കേട്ടോ. ആൾക്കാർ അല്ല എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ചീനവല. ആരെങ്കിലും ഇങ്ങനത്തെ കാണാത്ത ഉണ്ടെങ്കിൽ ഇതാണ് ചീനവല. നമ്മളൊക്കെ ഇവിടെ ഇഷ്ടം പോലെയാണ്. ഞങ്ങളുടെ പുറത്തുനിന്നുള്ള ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവും വീഡിയോ. ഇനി എന്തെങ്കിലും ഹിറ്റായി പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയണമല്ലോ എന്താണ് സംഭവം. ഇവിടെ ഞങ്ങൾ വളരെ ചുരുക്കോട്ട് വരാറുള്ളൂ. മീനൊക്കെ വാങ്ങാൻ പുറത്ത് പോയാൽ വാങ്ങാറില്ല. പക്ഷെ ആൻറ്റിക്ക് മീൻ നല്ല മീൻ തന്നെ വാങ്ങണം. അപ്പോൾ തപ്പി നമ്മൾ നടന്ന്. ഇവിടെ ഒരു ചർച്ചുണ്ട്, അടിപൊളി ചർച്ചല്ലേ. നല്ല അറ്റ്മോസ്ഫിയർ, നല്ല കാറ്റാ. ഓ നടന്നു
ഒരു കുഞ്ഞു ബീച്ച്, കുഞ്ഞു ബീച്ച്. പിടിക്കുന്ന ആൾക്കാരിൽ തന്നെ വാങ്ങാനായിട്ടാട്ടോ അത് കണ്ട വരും. ടിക്കറ്റ് 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 ടിക്കറ്റ്. ചെറിയ ആണെന്ന് കണ്ട ജങ്കാർ തന്നെ കണ്ട. ജങ്കാറിലെ യാത്ര അടിപൊളിയാട്ടാ. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജങ്കാർ യാത്ര, ഫെറിയിലുള്ള യാത്ര. ആരും ചെയ്യാറില്ല പേടിച്ചിട്ട്. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പറഞ്ഞ് കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവന്മാരെ ഫെറി യാത്ര വിളിച്ചു. അവന്മാരെയൊക്കെ പറക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിയിൽ വരുമ്പോഴേക്കും സിറ്റികളും ലുലുമാളൊക്കെ കാണാണ്ട് ഇങ്ങനത്തെയൊക്കെ ഫെറിയൊക്കെ വരും. പക്ഷെ കുറച്ച് ടൈം എടുക്കും ഫെറി കയറി കിട്ടാനായിട്ട്. വ്യൂ ആയിരിക്കും ഭയങ്കരമായിട്ട്. അവിടെയാണ് അടുപ്പിക്കണത്. വലയിട്ട് മീൻ പിടിക്കണുണ്ടോ ഗൈസ്? ഞങ്ങൾക്ക് വേണ്ടി തപ്പണ വല്ലതും ഉണ്ടാവൂലെന്ന് തോന്നുന്നു. ഒന്നും കിട്ടിയില്ല, 2-3 കൊണ്ടുള്ളൂ. അല്ല 3. എന്ത് വെയിലല്ലേ, വെയിലത്ത് ഒരു ചെയ്യണോ നോക്കിയപ്പോ. വാങ്ങാൻ നിൽക്കണ കണ്ടോ ഞങ്ങള്. ഇതിപ്പോ അടുപ്പിക്കുന്നുണ്ടോ ഇവിടെ? എവിടെ അടുപ്പിക്കും? ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ ആൻറ്റി പിടിച്ചോ. ആൻറ്റി അങ്ങ് ഇറങ്ങിപ്പോയി. ആദ്യം ഒന്ന് തന്നെയെങ്കിലും നിങ്ങളുണ്ടോ നോക്കട്ടെ ആദ്യം. അയ്യോ ബക്കറ്റ് എടുത്തില്ല. ഇപ്പൊ പിടിച്ചാടാ, റെഡിമേഡ് പിടിച്ചതാ. ആ അതുകൊണ്ടും വന്ന് ദേവിക്കും വന്നു. ദേവിക്കിന്റെ പേര് മറന്നു പോകും കേട്ടോ. പാത്രം വേണ്ടേ? എടുത്തിട്ടുണ്ടോ? ആ ഇന്നലെ ഇത്ര കിട്ടിയുള്ള ഇപ്പൊ പിടിച്ച അല്ല ദേവി വേണ്ട. ദേവിക്ക് എന്ന് പറഞ്ഞ പാവ വേണ്ട, കുഞ്ഞു പാവേട്ടാ. 7 മാസമായിട്ടുള്ളു. ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ആദ്യക്കൂട്ടൻ്റെ ഇവിടെ ഇപ്പൊ അവര് പോവാട്ടാ. അവര് അടുത്തേല് പോവാ. അടുത്തേല് കൊണ്ട് ഞങ്ങള് പോയി പിടിക്കുകയാണ്. ഇങ്ങനെയാണ് കൊച്ചിക്കാര് മീൻ വാങ്ങണത്. കണ്ട കണ്ട, ഒരാൾക്കാർ പോയി അടുത്ത ആൾക്കാർ തിരിച്ചു വന്നി. എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. കണ്ട വലിയൊരു എന്തോ ബോട്ട് കണ്ട. ബോട്ടല്ല, ഷിപ്പാട്ടാ ആക്ച്വലി. കണ്ട എന്താ വെച്ചാൽ എന്തെങ്കിലും ക്ലീൻ ആക്കാനുള്ള സംഭവം, മാന്തി ക്ലീൻ ആക്കാനുള്ള. കണ്ട അടുത്ത ആൾക്കാർ വന്ന് അടുത്തട്ടാ. അടുത്ത അടുത്ത ആൾക്കാർ വന്ന് അടുത്തെന്താണ്? ഓ അയില ഉണ്ട്. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നാ. എന്താ കാണാൻ ഇതാണ് സംഭവം. ഓ അതെ ചെറുക്കണ നോക്കി.
അവസാനം വില പറഞ്ഞ് 800 രൂപ ആക്കിയിട്ട് 1200 ആയിരുന്നാണ് ഇപ്പൊ 800. ഇനി അവരങ്ങ് പോകും കേട്ടോ. എങ്ങനെയാണ് സംഭവം ഇവിടത്തെ ഇങ്ങനെയൊക്കെ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാശ് പറഞ്ഞു. അപ്പൊ കാശെടുക്കാൻ പോയില്ല. അയ്യോ ഒരുത്തൻ ഇറങ്ങണ നോക്കി. ഇറങ്ങി 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 ഇനി വൈകുന്നേരം ബീച്ചിൽ പോകണ്ടടി. ഓൾറെഡി ആ ബീച്ചിലായി. പിന്നെ ഇനി വീണ്ടും ബീച്ചിലോട്ട് ഇറങ്ങി. മതി 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 ഇനി ബീച്ചിലിറങ്ങി. അടുത്തരല്ല, അത് അവര് പൈസ വാങ്ങിക്കാൻ വന്ന അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നോണ്ട്. അവർക്ക് ഇനി വേണം മീമി. ഇതേ കൊച്ചിന്റെ ഉടുപ്പൊക്കെ പൊങ്ങിക്കണ ക്രോപ്പ് ടോപ്പായി. ഇറങ്ങണം മുത്തായിരിക്കും ഇനി വെള്ളത്തില്. തീ ചാടി പോണണ്ടില്ലേ. എടാ ഓടൂട്ടാ അവൻ പിടിച്ചോയെ. കണ്ട അമ്പട് ആ മണ്ണൊക്കെ തോണ്ടി എടുക്കണ അതിനകത്തുനിന്ന്. അയ്യേ പൊട്ടിച്ച് ബീച്ച് എന്തിനാ അടുത്ത നോക്കിയാ പൊട്ടിച്ച് ബീച്ച് ഇവിടെ നിന്ന്. ഇപ്പൊ കണ്ടത് 10 പ്രാവശ്യം വിളിച്ചാലും ശരിയാവൂല. അവിടെ ബാക്കിയുള്ള ടിഷ്യൂ അപ്പുറത്ത് ബക്കറ്റ് നിറച്ചുണ്ട് കേട്ടോ. ചിക്കൻ ഉണ്ടാകും. കറിവേപ്പ് കറിവേപ്പ് കറിവേപ്പ്. ഉണ്ടാവും ചിക്കൻ കറി. അങ്ങനെ ചിക്കൻ കറി കലവറകളിൽ നിൽക്കുന്ന അമ്മമാരും അമ്മ ചിറ്റ അമ്മൂമ്മ. ഇവിടെ ആൾക്കാർ വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ എന്താ കാണാം? തേങ്ങ മുറിക്കുന്നു. അപ്പം ഞങ്ങൾ രാത്രിത്തെ ഫുഡ് കഴിക്കാം. ചെക്കനായിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഇവിടെ ഫുഡ് കഴിക്കണം. അവിടെ പുറത്തിറച്ച ആൾക്കാർ അതായത് ഇവിടെ നിൽക്കണം. അതുകൊണ്ട് നല്ല ഉറപ്പായി. എത്ര ദിവസം കഴിഞ്ഞിട്ട് ചിക്കൻ കഴിക്കണമെന്ന് അറിയാമോ? കണ്ട ഞങ്ങളൊക്കെ ആസ്വദിച്ച് കഴിക്കും. ഒന്നും കണ്ട് കാരണം കൊണ്ട് ആരും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ദേ എല്ലാവരും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഡാഡ വന്നി അവിടെ പുറത്ത് അവിടെ കുറേ സെറ്റുകളുണ്ട് കേട്ടോ. അത് കൂടെ നിൽക്കണ ചോദിക്കുക അവിടെ. ഞങ്ങൾ വീട്ടിലോട്ട് പോകട്ടെ. 10 മണി അടുത്താവാറായി. 10 മണി ആയി ആക്ച്വലി. എല്ലാത്തിനും ടാറ്റ പറഞ്ഞ് ഇറങ്ങി. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന കാരണം കൊണ്ട് ലേറ്റായി എല്ലാവരും കഴിച്ചു. അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങി. ഇവന് ഉറക്കി ഇറങ്ങിയതാ. പക്ഷെ അവിടുത്തെ ഒച്ച കാരണം കൊണ്ട് എണ്ണീറ്റ്. ഇപ്പൊ കാറിൽ നിന്നിട്ട് എല്ലാവർക്കും ടാറ്റ കൊടുക്കല.